സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക പച്ചടിയാണ്. നാടൻ രീതിയിലുള്ള ഈ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കിയാലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വെണ്ടയ്ക്ക പച്ചടിക്കായിട്ട് 15 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അധികം മൂത്ത് പോകാത്ത എളുപ്പം വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണേ. ഈ വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. തീരെ നൈസും ആകില്ല, ഒത്തിരി കട്ടി കൂടിയും പോകരുത്. വെണ്ടയ്ക്ക കഴുകി ക്ലീൻ ആക്കിയ ശേഷം വെള്ളമയം ഒരു തുണി കൊണ്ട് ഒപ്പിക്കളയണം. അല്ലെങ്കിൽ വറക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം വരും. പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ വെണ്ടയ്ക്ക വറക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മുഴുവനും ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയിൽ ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് വേണം വറുത്ത് തുടങ്ങാനായിട്ട്. മൂത്ത് വരുന്ന അനുസരിച്ച് വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പും മാറിക്കിട്ടും. ഇതുപോലെ ഒരു 1/4 ഭാഗം മൂത്ത് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റും കൂടെ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടും. വെണ്ടയ്ക്ക ഒരു ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. വെണ്ടയ്ക്ക എല്ലാം മൂത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനിയും പച്ചടിയിലേക്ക് ചേർക്കാനായി തേങ്ങ കൊണ്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് എരിവിനാവശ്യമായി 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെയാണ് പച്ചടിക്ക് ടേസ്റ്റ് നൽകുന്ന ഘടകങ്ങൾ. ഇനി ഇത് വെള്ളം ഒഴിച്ചല്ല നമ്മൾ അരച്ചെടുക്കുന്നത്. വെള്ളത്തിന് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തൈര് എടുത്തതിൽ 1/4 കപ്പും കുറച്ചും കൂടി ചേർത്ത് കൊടുത്താണ് തേങ്ങ അരച്ചെടുത്തത്. അതുപോലെ നല്ല ഫൈനായിട്ട് തേങ്ങ അരച്ചെടുക്കേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് തേങ്ങ അരച്ചെടുത്താൽ മതി. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക വറുത്ത എണ്ണയിൽ നിന്നും 2 സ്പൂൺ എണ്ണ അരിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 3 സ്പൂൺ വെള്ളം കൊണ്ട് ജാറ് കഴുകി അതും കൂടി അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചടി കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കിയെടുക്കാം. അരപ്പ് ചെറിയ തീയിലിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ലോ ഫ്ലെയിമിലിട്ട് അരപ്പ് ചൂടാക്കാവൂ. അരപ്പിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുകയും വേണേ. 1/4 കപ്പ് തൈരാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് തൈര് തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തിരുന്നു. ഇപ്പോൾ 1/2 കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയെടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയെടുക്കാം. അധികം പണികളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക പച്ചടിയുടെ റെസിപ്പിയാണ് ഇത്. സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ പച്ചടി. വളരെ ടേസ്റ്റിയായ ഈ പച്ചടി നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്താൽ
ഞാനിടുന്ന നാടൻ രീതിയിലുള്ള കറികളുടെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.